എൻ്റെ പേര് കൃഷ്ണൻകുട്ടി. സ്ഥാപനത്തിൻ്റെ പേര് KK ഇൻഡസ്ട്രീസ്. ഞാൻ തൊഴിലാളിയായിട്ട് 37 വർഷം സൗത്ത് ഇന്ത്യ മെറ്റൽ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുള്ളതാണ്. അവിടുന്ന് റിട്ടയർമെൻ്റ് ആയതിന് ശേഷമാണ്, അതിന് മുന്നേ ഞാൻ ചെറിയ ഒരു കമ്പനിയായിട്ട് തുടങ്ങി. അവിടുന്ന് പോകുന്നതിന് ശേഷമാണ് പവർ ഹാമർ വാങ്ങിയിട്ട് വർക്ക് തുടങ്ങി. അത് തുടങ്ങിയിട്ട് 5 വർഷമായി. KK ഇൻഡസ്ട്രീസിൽ ഈ കട്ട്ലറി ഐറ്റംസാണ് ഉണ്ടാക്കുന്നത്. കട്ട്ലറി എല്ലാ ഐറ്റംസും അടിക്കുന്നുണ്ട്, കുട്ടി മുതൽ കൊടുവാള് വരെ. ഇനി മമ്മട്ടി, വിക്കാസ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ അടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഇന്നത്തെ ഈ ഇറക്കുമതി കാരണം കൊണ്ട് അത് ലാഭമല്ല, നഷ്ടമാണ്. വില കുറഞ്ഞൊരു സാധനം ഇറങ്ങുന്നുണ്ട്. നമ്മൾ ജില്ലയ്ക്കും ഓരോ ജില്ലകളിലെ പല സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ആ പല സ്ഥലത്തും പല ടൈപ്പിലും കൂർത്തതും വളഞ്ഞതും സ്ട്രൈറ്റ് ആയതും നീളം കൂടിയതും നീളം കുറഞ്ഞതും അങ്ങനെ പല ടൈപ്പാണ് ഈ കട്ട്ലറി ഐറ്റംസ്. അത് ഈ ലീഫാണ്, സ്ക്രാപ്പ് ലീഫാണ്. ബസ്സിൻ്റെ ലോറിയുടെയൊക്കെ ലീഫ് കട്ടായിട്ടുണ്ടാവും, ഡാമേജ് വന്നുള്ളത്. മുമ്പൊക്കെ സ്ക്രാപ്പ് ലീഫ് എന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയതിൻ്റെ വില എടുക്കുന്നത്, അത്രയും വില കൂടുതലാണത്. ഇപ്പോൾ അത് ആൾക്കാർ കമ്പനിയൊക്കെ കൂടുതൽ വന്നപ്പോൾ സാധനം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, ആ വിലയും കൂടുതലാണ്. അപ്പോൾ ആ ലീഫ് ഗ്യാസിൽ കട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രസ്സിലൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്, ഗ്യാസിലാണ് പ്രധാനമായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചെയ്യുന്നത്. പല തൂക്കത്തിലും പല വലുപ്പത്തിലും ആണ് കട്ട് ചെയ്ത്. നമ്മൾ ലീഫ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള തൂക്കത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓലയിൽ കയറ്റിയിട്ട് നമ്മൾ കാച്ചിയിട്ട് പവർ ഹാമറിൽ വെച്ച് കൊടുത്ത് അവിടെ പരുക്കനടിക്കുക എന്ന് പറയും. ഓരോ രൂപത്തിലും ഓരോ രീതിയിലുള്ള സാധനങ്ങൾ അടിച്ച് രൂപപ്പെടുത്തി എടുത്തിട്ട് അതിനെ വീണ്ടും ഓലയിൽ കൊണ്ടുപോയിട്ട് ഹാൻഡ് മേക്കിംഗ് ആണ്, ഹാൻഡ് ഫോർജ് ചെയ്യുക. കരുവാൻ അത് അടിച്ച് മിനുസാക്കി അതിൻ്റെ ചുണ്ടോ അല്ലെങ്കിൽ വാലൊക്കെ വെട്ടിക്കളഞ്ഞ് അതിൻ്റെ വൃത്തിയാക്കിയിട്ട് എടുക്കും. ആ വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ പിടിയിൽ കയറ്റിയിട്ട് അത് സെറ്റ് ചെയ്യും. ഓരോ തരത്തിലും ഉള്ള പിടികളാണ് ഉണ്ടാവുക ഓരോന്നിനും. ആ പിടി കയറ്റി സെറ്റ് ചെയ്ത് ഫിറ്റിങ് ചെയ്യാമെന്നാണ് പറയാറ്. ഫിറ്റിംഗ് ആണത്. ഫിറ്റിങ് കഴിഞ്ഞ് ഗ്രൈൻഡ് ചെയ്യണം, ചാണയിൽ ഗ്രൈൻഡ് ചെയ്ത് പിന്നെ അതിന് ടെമ്പർ ചെയ്യുക, പോളിഷ് ചെയ്യുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തതിന് ശേഷം അത് വായത്തിലൊക്കെ നല്ല മൂർച്ചയാക്കി മരക്കരിയിലൊക്കെ ടെമ്പർ ചെയ്ത്, എന്നാലാണ് അത് ടെമ്പർ നോക്കുള്ളൂ. ടെമ്പർ ഉണ്ടെങ്കിലാണ് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വൃത്തിയാക്കി എടുക്കണം, പോളിഷ് ചെയ്ത് വാർണിഷ് അടിച്ച് വൃത്തിയാക്കി എടുക്കണം. അതാണ് ഇതിൻ്റെ 8 ആൾ വർക്ക് ചെയ്യുന്നത്. കേരളത്തിന് പുറത്തേക്ക് പോലില്ല. ഞാൻ എൻ്റെ ഈ ഏരിയ ഈ കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. മക്കള് 2 ആളാണ്. അവർ ഇപ്പോൾ എൻ്റെ കൂടെ തന്നെയാണ്. കാരണം എനിക്കിപ്പോൾ വയസ്സായില്ലേ, അപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ 2 ആളിപ്പോൾ നമ്മുടെ കൂടെയാണ് നിൽക്കുന്നത്. തൂക്കത്തിനും രൂപത്തിനും വ്യത്യാസം ഉണ്ടാവും. ഓരോ സ്ഥലങ്ങളിലേക്ക് ഓരോ തരമാണല്ലോ. അപ്പോൾ ആ ക്വാളിറ്റി, ആ വലുപ്പവും തൂക്കവും ഇതിനനുസരിച്ചുള്ള വില വ്യത്യാസങ്ങൾ വരും. ചെറിയ കത്തിക്ക് ചെറിയൊരു വിലയായിരിക്കും, പക്ഷേ വലിയ കൊടുവാളിന് കൂടിയ വിലയായിരിക്കും. അതിൻ്റെ തൂക്കം കൂടും, അതിൻ്റെ പണിയും കൂടും, പണിക്കൂലി കൂടും. അപ്പോൾ ആ വ്യത്യാസം വരുമ്പോൾ അതിന് വിലയ്ക്ക് വ്യത്യാസം വരും. കത്തികൾ 100-ലധികം കത്തികളുണ്ട് എന്നുള്ളതാണ് ഓരോ നാട്ടിലേക്കും. തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരം കൊളുത്ത് എന്നാണ് പറയുക. പിന്നെ തല കട്ടായിട്ടുള്ള ഒരു രൂപത്തിലുള്ള ഇതുണ്ട്, അതിൻ്റെ തലവെട്ടി എന്ന് പറയും. പാലയിലേക്ക് പാലാവാ കത്തി എന്ന് പറയും. പിന്നെ ഈ ഏലക്കത്തിക്ക് ഏലം തോട്ടത്തിലേക്ക് ഈ ചെറിയ കത്തി ഉണ്ട്, അതിന് ഏലക്കത്തി എന്ന് പറയും. അതേപോലെ കോട്ടയം അരിവാള്, എറണാകുളം അരിവാള്, അങ്ങനെ പല രൂപത്തിലുള്ള അരിവാളുകളുണ്ട്. പാലക്കാടൻ അരിവാള്, പാലക്കാട് ജില്ലയിലാച്ചാൽ പാലക്കാടൻ അരിവാള്, പെരിന്തൽമണ്ണ ഭാഗത്തേക്കാച്ചാൽ പെരിന്തൽമണ്ണ ടൈപ്പ്. അങ്ങനെ പല രൂപത്തിലുള്ള അനവധി ഐറ്റങ്ങളുണ്ട്. 25 അല്ല 50 അല്ല 100-ലും മേലേക്കുള്ള ഐറ്റംസുകളാണ്
കാസർഗോഡ് ഭാഗത്തേക്ക് വേറെ ഉണ്ട്. അതേപോലെ പൈനാപ്പിൾ വെട്ടണതിന് പൈനാപ്പിൾ വീശി എന്ന് പറയും, നീളം കൂടിയുള്ള ഐറ്റാണത്. പുല്ല് വീശി, പൈനാപ്പിൾ വീശി, തലവെട്ടി, അങ്ങനെ അനവധി കത്തികളുടെ പേരിൽ ഓരോ നാട്ടിലേക്ക് ഓരോ രൂപത്തിലുള്ള. തൃശ്ശൂർ അരിവാള് ഒരു രൂപത്തിലാണ്, എറണാകുളം അരിവാള് വേറെ രൂപത്തിലാണ്, കോട്ടയം അരിവാള് വേറെ രൂപത്തിലാണ്. ഓരോ സ്ഥലത്തും ഓരോ രൂപത്തിലുള്ള അരിവാളുകളും കത്തികളും മടകളുകളാണ്. ഈ വലിയ മരവെട്ടുകാർക്ക് ഉള്ള വെട്ടുമടാള് അത് 1.5 കിലോ 2 കിലോൻ്റെ അടുത്തൊക്കെ വരുന്നതാണ് വെട്ടുമടാൾ എന്ന് പറയും. വെയിറ്റ് കൂടിയുള്ള നല്ല ചെറിയൊരു യൂണിറ്റ് കൂടി ഉണ്ട് ഇതിനോടനുബന്ധമായിട്ട്. അത് ഭാരതി ഇംപ്ലിമെന്റ്സ് എന്നാണ്. ആദ്യം ഞാൻ ആ ചെറിയ യൂണിറ്റാണ് തുടങ്ങിയിരുന്നത് ഒരു 10 വർഷം മുന്നേ. പിന്നീടാണ് ഞാൻ ഒരു 4 വർഷം മുമ്പാണ് ഇപ്പോൾ ഈ പവറാമറൊക്കെ ഇറക്കിയിട്ട്. കാരണം ഇത് അടിച്ചു കിട്ടാൻ വലിയ പ്രയാസമായിരുന്നു. മെഷീൻ്റെ അഭാവം വളരെ ഉണ്ടായിരുന്ന സമയമാണ്. പക്ഷേ ഇപ്പൊക്കെ കുറേ ആൾക്കാരൊക്കെ മെഷീൻ കൊടുത്തിട്ട് മെഷീൻ ഉണ്ട്, പക്ഷെ പണിക്കാരില്ലാത്ത ലെവലായി. ഇത് അടിക്കാൻ സ്കിൽഡ് വർക്കേഴ്സ് വേണം. അപ്പോൾ ആമറിൽ പണിയെടുക്കുമ്പോൾ ആ പണിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിന് പറ്റിയ സ്കിൽഡ് വർക്കർ ഉണ്ടെങ്കിലാണ് ആ ഇത് സംഗതി സക്സസ് ആവുള്ളൂ. അല്ലാണ്ട് ഇത് ആ രൂപത്തിൽ ഭാഗത്തിലൊന്നും ഈ സാധനം ഉണ്ടായി വരില്ല. ഇതന്നെ നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകുന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. അതാണ് നമ്മുടെ പരിപാടി. ഇപ്പോൾ 10-65 വയസ്സായി. ഇനിയിപ്പോൾ ഒരു കടയോ കച്ചവടമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വിവാഹത്ത് ഇനി കൂടുതൽ മക്കളെ നടത്തട്ടെ, ആ ഒരു ഉദ്ദേശത്തിലാണ്. ഒരു ദിവസം അങ്ങനെ കണക്ക് കൂട്ടാൻ പറ്റില്ല. ഒരു 100 പീസൊക്കെ ഉണ്ടാക്കാൻ നല്ല റഫായിട്ട് പണിയെടുത്താൽ തന്നെയാണ് ആവുള്ളൂ. 100 പീസ് ഫിനിഷിങ് ആയി വരാൻ അതിനുള്ള ആൾക്കാർ വേണം. കാരണം ഒരു മടാളുണ്ടാക്കാൻ തന്നെ 2 പേര് ഒരു മെഷീനിൽ ഒരാൾ കാച്ചി കൊടുക്കാൻ, ഒരാൾ അടിക്കാൻ. പിന്നെ ഇപ്പുറത്തത് ഫിനിഷ് ചെയ്യാൻ 2 പേര്. അത് കഴിഞ്ഞ് ഫിറ്റിങ്ങിന് ഒരാൾ, ഗ്രൈൻഡിങ്ങിന് ഒരാൾ, പോളിഷിങ്ങിന് ഒരാൾ. ചിലപ്പോൾ ഗ്രൈൻഡിങ്ങിന് ആളിനെ പോളിഷ് ചെയ്യുകയും ചെയ്യും, പിന്നെ ടെമ്പർ ചെയ്യുക. അങ്ങനെ അനവധി പ്രോസസ്സ് കൂടെ അത് കടന്നു പോന്നിട്ട് വേണം ഉണ്ടാവും. അപ്പോൾ 100 എത്ര എണ്ണം എന്നുള്ളത് ചിലപ്പോൾ തീരുമാനം പറയാനൊന്നും പറ്റില്ല. ചില സമയത്ത് ചില ഐറ്റങ്ങളാവും, ചിലത് അതിനേക്കാൾ വളരെ കുറവേ ആവുള്ളൂ. അത് ആൾക്കനുസരിച്ചും പണിക്കനുസരിച്ചൊക്കെയാണ്. അത് ഏജന്റുമാരും വരും, കടകളിലും കൊടുക്കുന്നുണ്ട്. കുറച്ച് ബിസിനസ്സിലേക്ക് വരുന്നത് തർക്കമൊന്നുമില്ല. പക്ഷെ അവനാൻ അറിയുന്ന തൊഴിലാണ് ചെയ്താലാണ് നന്നാവുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ആദ്യം 10 വർഷം മുമ്പേ ഭാരതി ഇംപ്ലിമെന്റ്സ് എന്നുള്ള സ്ഥാപനമാണ് തുടങ്ങിയത്. വീടിനോട് ചേർന്നിട്ടുള്ള ചെറിയൊരു ഷെഡ് ഇതാക്കിയിട്ട്. പിന്നെ ഒരു 4 വർഷം മുമ്പാണ് ജോലിയിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷമാണ് ഞാൻ KK ഇൻഡസ്ട്രീസ് തുടങ്ങിയത്. അത് ഈ DACയുടെ സ്ഥലം 30 കൊല്ലത്തിന് പാട്ടത്തിനെടുത്തിട്ട് അതിലാണ് ഇപ്പോൾ ഈ കമ്പനി തുടങ്ങിയത്.